വീൻസ്റ്റോൺ ബ്രിഡ്ജിൻ്റെ പ്രിൻസിപ്പിൾ അനുസരിച്ച് വർക്ക് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് മീറ്റർ ബ്രിഡ്ജ് എന്നുള്ളത്. അതായത് നമ്മളത് ഉപയോഗിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗിവൺ വയറിൻ്റെ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ്. ഒരു ഗിവൺ വയറിൻ്റെ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് മീറ്റർ ബ്രിഡ്ജ് ഉപയോഗിക്കുന്നത്. അതായത് ഒരു ചെറിയ വയറിൻ്റെ കഷ്ണം നമുക്ക് തന്നു കഴിഞ്ഞാൽ ആ വയറിൻ്റെ കഷ്ണത്തിൻ്റെ റെസിസ്റ്റൻസ് എത്രയുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കുന്ന സർക്യൂട്ടാണ് ഏതെന്ന് മീറ്റർ ബ്രിഡ്ജ് എന്നുള്ളത്. ഈ സർക്യൂട്ട് വർക്ക് ചെയ്യുന്നത് എന്തിനെ ബേസ് ചെയ്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ വീൻസ്റ്റോൺ ബ്രിഡ്ജിനെ ബേസ് ചെയ്താണ്. അപ്പോൾ 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് എന്തിനാണ് ഉപയോഗിക്കുന്നത്, എന്താണ് വയറിൻ്റെ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ വേണ്ടി, ഗിവൺ വയറിൻ്റെ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ഇത് ഏത് പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്താണ് വർക്ക് ചെയ്യുന്നത്, ഏതാണ് മീറ്റർ ബ്രിഡ്ജ് വർക്ക് ചെയ്യുന്ന പ്രിൻസിപ്പിൾ ഏതാണ്, അത് വീൻസ്റ്റോൺ ബ്രിഡ്ജ് പ്രിൻസിപ്പിളാണ്, അല്ലെങ്കിൽ വീൻസ്റ്റോൺ പ്രിൻസിപ്പിളാണ്. ഓക്കെ അല്ലോ. നമുക്ക് അതിൻ്റെ പ്രൊസീജിയറിലേക്ക് പോകാം. ഇതിൽ നമ്മൾ നോക്കുക, നമ്മുടെ മീറ്റർ ബ്രിഡ്ജ് നമ്മുടെ സാധനം ഇത് ചേർന്നതും ഈ സാധനം ഇത് പിന്നെ ഇത്രയാണ് സാധനം മീറ്റർ ബ്രിഡ്ജ് എന്ന സാധനം. അതിനെ എക്സ്റ്റേണൽ ഒരു സർക്യൂട്ടായിട്ട് കണക്ട് ചെയ്തേക്കുന്ന EMF ഒരു EMF കൊടുത്തേക്കണം, കീ കൊടുത്തേക്കണം. ഇത്രയും സാധനങ്ങളാണ് മീറ്റർ ബ്രിഡ്ജിൻ്റെ ഔട്ടർ സർക്യൂട്ട്. ഔട്ടർ സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ മീറ്റർ ബ്രിഡ്ജിനെ കണക്ട് ചെയ്തേക്കുന്ന എനർജി സോഴ്സാണ്, അല്ലെങ്കിൽ ഈ എന്ന് കാണിച്ചേക്കുന്നത്. ഇനി എന്തുകൊണ്ട് മീറ്റർ ബ്രിഡ്ജ് എന്ന് വിളിച്ചെന്ന് പറയാം, 1 മീറ്റർ ലെങ്ത് ഉള്ള ഈ വയർ കണ്ട, ഈ 1 മീറ്റർ ലെങ്ത് ഉള്ള വയർ ഇതിൻ്റെ അകത്തുണ്ട്. അതുകൊണ്ടാണ് ഇതിനെ മീറ്റർ ബ്രിഡ്ജ് എന്ന് വിളിക്കുന്നത്. ഇത് ഒന്നുകിൽ നിർമ്മിച്ചേക്കുന്നത് ഒന്നുകിൽ കോൺസ്റ്റാൻറ്റിന് കൊണ്ടോ അല്ലെങ്കിൽ മാംഗനൈൻ കൊണ്ടോ ആയിരിക്കും ഇത് നിർമ്മിച്ചേക്കുന്നത്. 1 മീറ്റർ വയർ നിർമ്മിച്ചിട്ടുള്ള കോൺസ്റ്റാൻറ്റിനോ അല്ലെങ്കിൽ മാംഗനൈൻ കൊണ്ടായിരിക്കും നിർമ്മിച്ചേക്കുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു യൂണിറ്റ് ലെങ്തിലുള്ള റെസിസ്റ്റൻസ് എപ്പോഴും തുല്യം തന്നെ ആയിരിക്കും. വയറിൻ്റെ യൂണിറ്റ് ലെങ്തിൽ റെസിസ്റ്റൻസ് എവിടെ നിന്ന് ഒരു യൂണിറ്റ് കഷ്ണം കട്ട് ചെയ്തിട്ട് അതിൻ്റെ റെസിസ്റ്റൻസിൻ്റെ സെയിം തരും. അതുപോലെ ഏരിയ പ്രൊസഷനൊക്കെ കുറേ കണക്കെ ആയിരിക്കും. എല്ലാ സെയിം മെറ്റീരിയലുണ്ടായിരിക്കും ഫുൾ വയർ നിർമ്മിച്ചേക്കുന്നത്. അതുകൊണ്ടാണ് ഒരു നിശ്ചിത ഭാഗത്ത് നമ്മളൊരു നിശ്ചിത അളവ് ലെങ്ത് കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ അകത്തുള്ള റെസിസ്റ്റൻസിൻ്റെ വാല്യൂ എന്തായിരിക്കും, സെയിം തന്നെയായിരിക്കും. ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ അതിൻ്റെ പ്രൊസീജിയറിലേക്ക് ചെയ്താൽ പോവുകയാണ്. ഇനി ഇത് നമുക്ക് ഒരു ഗാൽവനോമീറ്റർ കണക്ട് ചെയ്തിട്ടുണ്ടല്ലേ, ഇത് ഗാൽവനോമീറ്ററാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഗാൽവനോമീറ്റർ നമുക്ക് നിങ്ങൾ കണ്ടുപിടിക്കേണ്ട റെസിസ്റ്റൻസ് ആണ് ഇത്. അൺനോൺ റെസിസ്റ്റൻസ് എക്സിലാണ് എന്ത് കണ്ടുപിടിക്കേണ്ടത്, അൺനോൺ റെസിസ്റ്റൻസ് ആണ്. ഓക്കെ, അൺനോൺ റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കണ്ടുപിടിക്കേണ്ട റെസിസ്റ്റൻസ് ആണ് അൺനോൺ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ R എന്ന് പറയുന്നത് നോൺ വാല്യൂ ആണ്. ഇത് R എന്ന് പറയുന്നതാണ് നോൺ വാല്യൂ ആണ്. ഇനി എന്താണ് ചെയ്യുന്നത്, അൺനോൺ റെസിസ്റ്റൻസ് എക്സ് ഇവിടെ നിങ്ങൾ കണക്ട് ചെയ്യും. ഇവിടെ കണക്ട് ചെയ്യുക. ഇവിടെ നിങ്ങൾ ഒരു റെസിസ്റ്റൻസ് ബോക്സ് ആകുമ്പോൾ നമുക്ക് റെസിസ്റ്റൻസ് മാറ്റി ഇടാൻ പറ്റും. അങ്ങനെ ഇട്ട് ഒരു എക്സ്റ്റേണൽ സോഴ്സ് EMF ആയിട്ട് കണക്ട് ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്യും, ഈ സർക്യൂട്ട് കൂടെ എന്ത് ചെയ്യും, പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക്, കാരണം സെല്ലിൻ്റെ പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക് കറണ്ട് പോയി ഈ സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കയറി വന്ന് ഇവിടെ ഇത് എന്താണ് മീറ്റർ ബ്രിഡ്ജിൻ്റെ പാഴ്സലാണ്. ഇത് വന്ന് നേരെ എന്ത് ചെയ്യും, എക്സിൽ കൂടെ കയറി പോവും, പിന്നെ നേരെ വന്ന് എന്ത് ചെയ്യും, ആറിൽ കൂടെ കയറി പോവും, ഇങ്ങനെ പോകുന്നു. പക്ഷേ ഇവിടെ എന്ത് ചെയ്യുന്നു, കുറച്ച് കറണ്ട് ഇതുവഴി ഇങ്ങോട്ട് പാസിലേക്ക് പോകും അല്ലേ. അപ്പോൾ ഇതെന്താണ്, ജോക്കിയാണ്. ഈ ജോക്കി ഇവിടെ നിന്ന് നമ്മൾ എന്താണ് ഇവിടെ നിന്ന് ഇങ്ങോട്ടൊന്ന് നീക്കിക്കൊണ്ട് പോകുന്നത്. ജോക്കി ഈ എയുടെ പാർട്ടിൽ നിന്ന് ഈ വയറിൽ കൂടെ ഇങ്ങോട്ട് നീക്കിക്കൊണ്ട് പോകാൻ പറ്റും നമുക്ക്. അപ്പോൾ ഇതാണ് സർക്യൂട്ട് വയർ. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, അത് ആറിൻ്റെ വാല്യൂ ഏതെങ്കിലും ഒന്ന് ഫിക്സ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ എന്താണ് ഈ ജോക്കിനെ കൊണ്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് നീക്കുകയാണ്. ഈ ജോക്കി എന്ത് ചെയ്യാണ്, ഇവിടെ നിന്ന് ഇങ്ങനെ കൊണ്ടുവന്ന് ഇവിടെ ഇരിക്കിരുന്നിട്ടുണ്ട്. അതിന് നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് നീക്കി എന്താണ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്ന സമയത്ത് ഒരു പർട്ടിക്കുലർ പോയിൻ്റ് എത്തിയ സമയത്ത് ഗാൽവനോമീറ്റർ കൂടെ ഉള്ള കറണ്ട് എന്തായിട്ട് കാണിച്ചു, 0 ആയിട്ട് കാണിച്ചു. അതായത് ഗാൽവനോമീറ്ററിലുള്ള കറണ്ട് 0 ആയിട്ട് കാണിച്ചെങ്കിൽ എന്താ അർത്ഥം, അവിടെ നമ്മുടെ വീൻസ്റ്റോൺ ബ്രിഡ്ജിൻ്റെ പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്യാലോ നമുക്ക് അല്ലേ. ഓക്കെയാണ്. അപ്പോൾ ഇതൊരു പൊട്ടൻഷ്യൽ ഇത്രയും ഒരു റെസിസ്റ്റൻസ് അല്ലേ, ഈ ഒരു വയറിൻ്റെ ഇത്രയും ഭാഗം ഒരു റെസിസ്റ്റൻസും ഇത്രയും ഭാഗം അടുത്ത റെസിസ്റ്റൻസും അല്ലേ. അപ്പോൾ ഇത്രയും റെസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ നമുക്കതിൽ ലെങ്ത് എഴുതിയിട്ടുണ്ട്. ഫലമായിട്ട് നമുക്ക് ഇവിടുന്ന് എത്ര ദൂരം ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. L ദൂരം വന്നു. അങ്ങനെ ബാക്കി എത്ര ദൂരമുണ്ട്, 100 - L ദൂരമില്ലേ അല്ലേ. ഇനി നോക്കിയാണ് ഞാൻ അതിനെ മാറ്റി വരയ്ക്കാൻ പോകുന്നത്. ഇവിടെ ഒരു X ഉണ്ട് അല്ലേ, എന്നിട്ട് നടുക്കാണ് ജൊക്കിയിരിക്കുന്നത് അല്ലേ. ഇപ്പുറത്തൊരു R റെസിസ്റ്റൻസ്, ഇവിടെ X, ഇവിടെ R അല്ലേ.
തൊട്ട് താഴെ നമുക്ക് ഇവിടെ എല്ല് അല്ലേ, അടുത്ത ജോക്കിയുടെ പോയിൻ്റാണ് ഈ വന്നേക്കുന്നത്. അതായത് ഇവിടെ വഴിയാണ് ഗാൽവനോമീറ്റർ ഇങ്ങനെ കണക്ട് ചെയ്തേക്കുന്നത് അല്ലേ. ഗാൽവനോമീറ്റർ ഇങ്ങനെ കണക്ട് ചെയ്തേക്കുന്നതിനകത്ത് ഇവിടെ ഒരു ഗാൽവനോമീറ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി എന്താണ്, ഇപ്പുറത്ത് എന്തുണ്ട്, ഒരു 100 - L ഉണ്ട്. ഈ ഗാൽവനോമീറ്ററിലുള്ള കറണ്ട് 0 ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിച്ചു എന്തെന്ന് പറയാൻ പറ്റും നമുക്ക്? ഇത് ബാലൻസ്ഡ് ആണെന്ന് പറയാൻ പറ്റും അല്ലേ. ഇത് ബാലൻസ്ഡ് ആണെന്ന് പറയാൻ പറ്റും ഈ സിസ്റ്റം. ഇത് നമ്മുടെ മീറ്റർ ബ്രിഡ്ജ് കണക്കിരിക്കുകയല്ലേ അല്ലേ. മീറ്റർ ബ്രിഡ്ജിൻ്റെ അതിൻ്റെ എക്സ് ആറ് എല്ല് 100 - L ഇതെല്ലാം ഇരുന്ന ഗാൽവനോമീറ്റർ വന്നുകൊണ്ടിരുന്നത്. അതുപോലെ അതിനെ ഞാൻ അടിച്ച് പരത്തി അങ്ങോട്ട് വെച്ചെന്നേ ഉള്ളൂ. ഇതിനെ ജസ്റ്റ് അടിച്ച് പരത്തിയാൽ ഇത് എക്സ്, ഇത് ആറ്, ഇത് എല്ല്, ഇത് 100 - L. ഈ എക്സ് അല്ലേ ഇവിടെ വന്നേക്കുന്നത് അല്ലേ, ഈ ആറല്ലേ ഇവിടെ വന്നേക്കുന്നത്, എല്ലല്ലേ ഇവിടെ വന്നേക്കുന്നത്, 100 - L അല്ലേ ഇവിടെ വന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് എഴുതാം x/r അല്ലേ, p/q = r/s എന്ന് എഴുതി കൂടെ. അതായത് x/r = L/100 - L. നമുക്ക് അൺനോണുള്ള എക്സ് അല്ലേ, x = r × L/100 - L കണ്ടുപിടിച്ചൂടെ സുഖമായിട്ട്. ഇതാണ് എന്തിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്, നമ്മുടെ മീറ്റർ ബ്രിഡ്ജിൽ ഉപയോഗിച്ചിട്ട് നമ്മൾ അൺനോൺ വയറിൻ്റെ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുന്ന രീതിയാണ് ഈ പറയുന്നത്. ക്ലിയർ ആണ് എല്ലാവർക്കും? ഓക്കെ.